ഗൈസ് നമ്മൾ ഉണ്ടാക്കാൻ വന്ന കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടി വൻപയർ എടുത്തിട്ടുണ്ട്. 5 പേർക്ക് ആവശ്യമായ കൂട്ടുകറിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അതിൽ കൂടുതൽ പയറെടുക്കുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള ആൾക്കാരനുസരിച്ചുകൊണ്ട് പയറെടുക്കാവുന്നതാണ്. എനിക്ക് ആവശ്യമായ ചേമ്പ് 2 ചേമ്പും ഒരു ഏത്തക്കയും എടുത്തിട്ടുണ്ട്. ആ വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം. ഗൈസ് അങ്ങനെ നമ്മൾ ചേമ്പൊക്കെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത്തക്കയും കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇത്ര ഐറ്റംസാണ് എടുത്തിരിക്കുന്നത്. ബനാന. പിന്നെ ഞങ്ങൾ കൂട്ടുകറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. 5 അല്ലി ചുവന്നുള്ളി അരിഞ്ഞത്, ആവശ്യത്തിന് തേങ്ങയും, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്. ഇത്ര ഐറ്റംസാണ് എടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ നമ്മൾ വറുത്തെടുക്കുകയാണ്. പിന്നെ ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കരിയാപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് കളർ മാറേണ്ട കാര്യമില്ല, അതിൻ്റെ ഒന്നും ശരിയായി കിട്ടും. അങ്ങനെ വറുത്തെടുക്കുകയാണ്. ബ്രൗൺ കളർ മാത്രം മതി. പൊടി ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിന്. എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. കാശ്മീരി മുളക് പൊടി ചേർത്ത് ഇളക്കി മിക്സാക്കുകയാണ്. റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. കൂത്തു വെച്ചതാണ്, നമ്മൾ വെള്ളത്തിൽ വേവിച്ചെടുക്കുകയാണ് പയർ ചെയ്യുന്നത്. വൻപയറാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മിക്സിയിലെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. അരപ്പൊക്കെ വെള്ളമൊന്നും നമ്മൾ ചേർത്തില്ല, വെള്ളം ചേർക്കാതെ തന്നെയാണ് പൊടിച്ചത്. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. കൂട്ടുകറിക്ക് ആവശ്യമായ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. ലേശം മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തു. ഉപ്പ് ചേർത്ത് കൊടുത്തു. കരിയാപ്പില ചേർത്തു. കഷ്ണം വേകാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. കഷ്ണം വേകാനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി എല്ലാം ഒന്ന് ലെവലാക്കി വെക്കുകയാണ്. കഷ്ണങ്ങളൊക്കെ ഞാൻ സമയം കൊണ്ട് വെന്ത് വരട്ടെ. നമ്മളെല്ലാം എല്ലാം റെഡിയായി വരുന്നുണ്ട്. കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് ചേർത്ത് എല്ലാവർക്കും മിക്സാക്കി എടുക്കുകയാണ്. ശകലം വെള്ളം ചേർത്തായിരുന്നു. ഇതെല്ലാം ഇറക്കിയെടുക്കാൻ വേണ്ടി എല്ലാം ഒന്ന് ഇറക്കിയെടുക്കുകയാണ്. നമ്മളെ കൂട്ടുകറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. വീട്ടിൽ എളുപ്പത്തിൽ 2 പച്ചക്കറി കഷ്ണങ്ങൾ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കൂട്ടുകറിയാണ്. ഏത്തക്കയും ചേമ്പ് ഉപയോഗിച്ച് മാത്രമാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ കാച്ചിലോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. കാച്ചിൽ ചെയ്യാനൊക്കെ തലയെല്ലാം ഒന്ന് പിരിച്ചു വരട്ടെ. അടുത്ത അണ്ടിപ്പരിപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കൂട്ടുകറിയിലേക്ക് കൂട്ടുകറിക്കൊക്കെ കടുക് വറുത്തിടാം. വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ് പാത്രത്തിലേക്ക്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകൊക്കെ പൊട്ടി വരട്ടെ. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തത്. എല്ലാം ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുത്തിട്ടില്ലെങ്കിലും സാരമില്ല, നല്ല ടേസ്റ്റാണ്. ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് കിടക്കാം. ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട്. നെല്ലിക്ക വലുപ്പത്തിലുണ്ട്. പുളിയും എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയത് 1 ടീസ്പൂൺ, 5 അല്ലി വെളുത്തുള്ളി, ഉലുവ. ഇത്ര ഐറ്റംസാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണം കായം എടുത്തിട്ടുണ്ട്. വെച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ്. ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ചൂടാക്കി വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. വെച്ചിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. നീര് കളഞ്ഞിട്ട് ഇഞ്ചിയുടെ ചവറ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി കറിക്ക് ഇഞ്ചി നമ്മൾ അരകല്ല് വെച്ച് ചാച്ചെടുത്തായിരുന്നു. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്.
കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കായം ചേർത്തായിരുന്നു. ഉലുവ, തേങ്ങ ചിരകി ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യമായ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിരിയനും പാണ്ടി മുളകും എല്ലാം കൂടെ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അരച്ചെടുക്കാം. പുളി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പുളി പിഴിഞ്ഞ് വെച്ചത്. നമ്മൾ അങ്ങനെ മിക്സിയിലെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. പുളിയോടും ചേർത്താണ് അരച്ചെടുത്തത്. മിക്സിയിലെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. പുളിയോടും ചേർത്താണ് അരച്ചെടുത്തത്. കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കടുകൊക്കെ പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കടുകൊക്കെ ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഒന്നുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുക്കുകയാണ്. അടുത്തൊരു മിക്സെല്ലാം വെച്ച് ഇളക്കി എടുക്കുകയാണ്. എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. റെഡിയായിട്ടുണ്ട്. ദിവസം വരുന്നാലും കേടാകത്തില്ല. നല്ല ഇഞ്ചി കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാം.